തെരഞ്ഞെടുപ്പിൽ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് കടകംപള്ളി സുരേന്ദ്രൻ. താൻ മത്സരിക്കുന്നത് അറിഞ്ഞുള്ള നീക്കമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിക്ക് പിന്നിലെന്ന് കടകംപള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിഭയ്ക്കൊപ്പം ഗൂഢാലോചന നടത്തിയെന്നാണ് പരാതി. എന്നാൽ ആരാണ് പ്രതിഭയെന്ന് അറിയില്ലെന്നും സാമ്പത്തിക ഇടപാട് നടത്തിയതായി ഓർമ്മയില്ലെന്നും മുൻ മന്ത്രി പറഞ്ഞു. തന്റെ മുഖത്ത് കരിവേർത്തേക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, നമുക്കറിയാം ഇന്നലെ ആദ്യം കടകംപള്ളിയുടെ വാക്കുകളിലേക്ക്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന ഒരു അവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നോ രണ്ടോ ചാനലുകൾ നടത്തിയ അഭിപ്രായ സർവേയിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിന് മുൻകൈയെന്നോ അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകമായിട്ടുള്ള മുൻകൈയോ ഒക്കെ ഉണ്ടെന്ന് ഈ ചാനലുകളുടെ അഭിപ്രായ സർവേ ഈ അടുത്ത ദിവസങ്ങളിൽ വരികയും ചെയ്തിട്ടുണ്ട്. എന്നെ അപമാനിക്കാൻ നമ്മുടെ സ്നേഹിതന്മാരിൽ ആരെങ്കിലും ഒരാൾ നടത്തിയ ഒരു നീചമായ ഗൂഢാലോചനയായിട്ട് മാത്രമേ പോറ്റിയുടെ ഈ പരാതിയെ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. പ്രതിഭയോടൊപ്പം ഞാനും കൂടെ ഏതോ ഒരു ഗൂഢാലോചന നടത്തിയാണ് ഈ പ്രതിഭ എന്ന സ്ത്രീ ഈ പോറ്റിക്കെതിരായിട്ട് SITയിൽ ഒരു പരാതി കൊടുത്തതെന്നാണ് പോറ്റിയുടെ പരാതി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പോറ്റിയുടെ പരാതി വരുന്നതുവരെ യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാകാതെ ഞാൻ വല്ലാത്ത വിഷമത്തിലായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ സാമ്പത്തിക വിഷയത്തിൽ എൻ്റെ ജീവിതകാലത്തിനിടയിൽ ഞാൻ ഇടപെട്ടതായിട്ട് ഞാൻ ഓർക്കുന്നതുമില്ല. വിവരണവുമായി എസ് ശാലിനി ചേർന്നത്. ശാലിനി, ഇന്നലെ നമ്മൾ ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് പോറ്റി നൽകിയ പരാതിയും അതിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള ആരോപണങ്ങളും. അതിൽ പറയുന്നത് ഭൂമി തട്ടിപ്പടക്കമുള്ള കേസുകളിൽ പ്രതിഭ എന്ന സ്ത്രീയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി തന്നെ കൊടുക്കാനുള്ള ശ്രമം കടകംപള്ളി നടത്തിയെന്നാണ്. പക്ഷേ ഇപ്പോൾ കടകംപള്ളി വിശദീകരിക്കുന്നു അങ്ങനെ ഒരു പ്രതിഭയെ അറിയുക പോലുമില്ല. അതോടൊപ്പം തന്നെ 10 വർഷത്തിലേറെയായി ഒരു പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോലുമില്ല. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യം, തെരഞ്ഞെടുപ്പിൽ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കടകംപള്ളി. ഇത്തരത്തിൽ മത്സരിക്കാനുള്ളൊരു നീക്കമുള്ളപ്പോൾ ആ ഒരു നീക്കം തടയാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് പോറ്റിയുടെ പരാതി എന്നാണ് കടകംപള്ളി പറയുന്നത്. വിവരങ്ങൾ ശാലിനി. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ഇന്നലെ വന്ന ആരോപണങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായും തള്ളുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അതായത് സ്വന്തം മണ്ഡലത്തിൽ വീണ്ടും താൻ വിജയിച്ചു വരും, അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചിലരുടെ ഇടപെടലുകളാണ് ഈ പരാതിക്കും ഗൂഢാലോചനയ്ക്കും പിന്നിലെന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ഇന്നലെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക ഇടപാടും ഒപ്പം തന്നെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടൊരു യുവതിക്ക് വേണ്ടി മധ്യസ്ഥത നിന്നതും അത് ഒരു കള്ളക്കേസ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇടപെടൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നും ചില മധ്യസ്ഥകൾ പറയാൻ തുമ്പ പോലീസ് സ്റ്റേഷനിലടക്കം കടകംപള്ളി സുരേന്ദ്രൻ എത്തിയതായി DGPക്ക് പരാതി നൽകിയത്. ഈ പരാതിയിന്മേൽ ഇന്നലെ പലരും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ആരാഞ്ഞിരുന്നു. പക്ഷേ പ്രതികരണങ്ങൾ നൽകിയിരുന്നില്ല. ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുമ്പോൾ അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, പ്രതിഭയ്ക്കൊപ്പം ഗൂഢാലോചന നടത്തിയെന്നുള്ള തനിക്കെതിരായിട്ടുള്ള പരാതി അത് ആര് പടച്ചുവിട്ടതാണ് എന്ന് തനിക്ക് കൃത്യമായി അറിയാം. അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി വീണ്ടും എത്താൻ പോവുകയാണ്. അതിൻ്റെ ഏകദേശ ധാരണകളൊക്കെ ആയിട്ടുണ്ട്. പല ദൃശ്യമാധ്യമങ്ങളിലടക്കം അതിൻ്റെ സർവേ ഫലങ്ങൾ പുറത്തു വന്നത് CPMനും തനിക്കും വലിയ രീതിയിൽ പിന്തുണ ലഭിക്കുന്നതാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ താൻ തുമ്പ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ഒരു പോലീസ് സ്റ്റേഷനിലേക്കും സന്ദർശനം നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മധ്യസ്ഥയ്ക്കായി സ്ത്രീയായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ഇടപാടിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു മധ്യസ്ഥയ്ക്കോ താൻ പോയിട്ടില്ല എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ആരുടെയും സാമ്പത്തിക ഇടപാടിന് മധ്യസ്ഥത നിന്നിട്ടില്ല. പോറ്റി എന്തിന് തെറ്റായ ഒരു വാർത്തയ്ക്കായി DGPക്ക് പരാതി നൽകിയെന്ന് തനിക്ക് അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, തന്നെ അപമാനിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ നടക്കുന്നത് എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. മാധ്യമങ്ങളടക്കം തന്നെ കരിവാരിത്തേക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നും കടകംപള്ളി സുരേന്ദ്രൻ ആരോപിക്കുന്നുണ്ട്. താൻ പ്രതികരിക്കാതിരുന്നത് പരാതിയുടെ വിശദാംശങ്ങൾ ലഭ്യമല്ലാത്തതിനാലാണെന്ന് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ്. അതായത് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ഇന്നലെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളെ പാടെ തള്ളുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനോട് നമ്മൾ മാധ്യമങ്ങൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്ക് എന്തെങ്കിലും കടകംപള്ളി ഒരുങ്ങുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇനിയൊരു നിയമ നടപടിക്ക് താനില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. അതായത് ഇനിയിപ്പോൾ അത്തരത്തിലുള്ള ഒരു ആവശ്യം ഇല്ല എന്നുള്ളതും കടകംപള്ളി പറയുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ കുരുക്കുമുറുകുന്നതാണ് കടകംപള്ളിക്കെതിരായിട്ടുള്ള ഈ ഒരു പരാതി എന്നുള്ളത്. ആ പരാതിയെ അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ആ പരാതിയെ തള്ളി
തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച വരും. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം അടക്കം ഇക്കാര്യങ്ങളിൽ വരുമ്പോൾ കൃത്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ വരുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിക്ക് മുൻപാകെ എത്തിയിട്ടുള്ള പരാതിയിൽ ഇനി ആഭ്യന്തര വകുപ്പും DGPയും എന്ത് തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളതും നിർണായകമാണ്. എന്തായാലും പാർട്ടി സംരക്ഷണം ഒരുക്കുന്നതിൻ്റെ പിൻബലത്തിലാണ് കടകംപള്ളിയുടെ ഈ ഒരു പ്രതികരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിഭയെ ആദ്യം അറിയില്ല എന്ന് പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ പിന്നീട് പ്രതിഭയെ അറിയാം, പക്ഷേ ഇത്തരത്തിലൊരു സാമ്പത്തിക ഇടപാടിന് താൻ കൂട്ടുനിന്നിട്ടില്ല എന്നുള്ളൊരു ന്യായീകരണമാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ പരാതിയിന്മേൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വലിയ രീതിയിൽ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കടകംപള്ളി രംഗത്തെത്തിയിട്ടുള്ളത്. അബൽ, യെസ്, വ്യക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ പരാതിയിൽ എല്ലാ വാദങ്ങളും തള്ളുകയാണ്, എല്ലാ ആരോപണങ്ങളും തള്ളുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അതോടൊപ്പം തന്നെ താൻ മത്സരിക്കുന്നത് അറിഞ്ഞുള്ള നീക്കമാണ് ഈ പരാതിക്ക് പിന്നിലെന്നാണ് കടകംപള്ളി മാധ്യമങ്ങളോട് പറഞ്ഞത്. വിവരം നൽകുകയായിരുന്നു എസ് ശാലിനി.